ഹലോ, ഇന്ന് കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴുകി ഉണക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. മഞ്ഞൾ വളരെ ഗുണമുള്ള സാധനമാണ്. നമ്മുടെ ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടൊക്കെ മഞ്ഞളിൻ്റെ ഗുണം വളരെ മുന്നിൽ നിൽക്കുന്ന തന്നെയാണ്. മഞ്ഞൾ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ വെറും വയറ്റിൽ രാവിലെ കുടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് രാവിലെ വെറും വയറ്റ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടും. മഞ്ഞളിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ മഞ്ഞൾ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മഞ്ഞൾ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നുണ്ട്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുന്നു. അതുവഴി നമ്മൾ ഓവർ വെയിറ്റ് ഉണ്ടാവുമല്ലോ, ശരീരഭാരം കൂടുന്നത്, ആ ഒരു പ്രശ്നത്തെ തടയാൻ ഒരുവിധം മഞ്ഞൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മഞ്ഞളിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് മുന്നിലാണ് മഞ്ഞൾ ഉപയോഗിച്ചുള്ള ഒരുപാട് ഫേസ് പാക്കുകളൊക്കെ ഉണ്ട്. മഞ്ഞൾ മുഖത്തിടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഉണ്ട്. പാലോ തൈരോ തേനോ എന്തെങ്കിലും ഒരെണ്ണം മിക്സ് ചെയ്തിട്ട് വേണം മഞ്ഞൾ നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മഞ്ഞൾ നല്ലപോലെ കഴുകിയെടുക്കുക. അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. തൊലിയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്യുന്നുള്ളത്. വേണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് മഞ്ഞൾ മുറിച്ചിടാറുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ പച്ചക്കന്നെയാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഒരു സൈഡ് അച്ഛനാണ് കട്ട് ചെയ്തത്, ഒരു സൈഡ് ഞാനാണ് കട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലുള്ള ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും, ഞങ്ങളിവിടെ വെളി എന്ന് പറയും, അത് മാറ്റി വെക്കാം. അത് നമ്മൾ അടുത്ത തവണ നടാൻ വേണ്ടി അതിൻ്റെ മുകളിൽ വരുന്ന ചെറിയ ചെറിയ പീസൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നല്ലപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെന്താ, മഞ്ഞൾ കട്ട് ചെയ്യുമ്പോൾ കയ്യിലൊരു ഗ്ലൗസോ എന്തെങ്കിലും കവർ ഇടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കയ്യിൽ ഫുള്ള് മഞ്ഞ കളറാവും. അപ്പോൾ 1-2 ദിവസത്തേക്ക് ആ കയ്യിലിങ്ങനെ മഞ്ഞായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊരു തുണിയിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റിലോ വിരിച്ചിട്ട് നമുക്കിത് വെയിലത്തിട്ടാം. ഒരു 5 ദിവസത്തെ വെയിലൊക്കെ നന്നായിട്ട് കൊള്ളുമ്പോൾ നന്നായിട്ട് ഉണങ്ങി വരും. അതിനുശേഷം നമ്മളിത് ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളൊരു നെറലാക്കിയിട്ട് സൂക്ഷിച്ചെടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞളിൻ്റെ മുകളിലുണ്ടാകുന്ന ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും. അത് നമ്മൾ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് വെളിയെന്നാണ് പറയുന്നത് ഇവിടെ. ഇനി ഇത് അടുത്ത പ്രാവശ്യത്തേക്ക് മഴ വരുന്ന സമയത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.